പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നബിയെ തങ്ങൾ പറയുക, മാ യഅബഉ ബിക്കും റബ്ബി, നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് എന്റെ റബ്ബ് പരിഗണിക്കുന്നില്ല, വിലവെക്കുന്നില്ല. ലൗലാ ദുആഉക്കും, നിങ്ങളിൽ നിന്നുള്ള അപേക്ഷ, ദുആ, കേണപേക്ഷിക്കുന്ന ദുആ ഇല്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ടാണല്ലോ ഏത് ഇബാദത്തിലും ഉൾക്കൊള്ളുന്നത് തന്നെ യഥാർത്ഥത്തിൽ ദുആയാണ്. ദുആ ഉൾക്കൊള്ളാത്ത ഒരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅക്കിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലെല്ലാം അല്ലാഹുവിനോടുള്ള ഒരു ദുആ അതിൽ കുടികൊള്ളുന്നുണ്ട്. നമുക്ക് എപ്പോഴും പ്രതീക്ഷയുള്ളത് ദുആയാണ്. ആ ദുആ തന്നെ ഏതെങ്കിലും ഒരാൾ നടത്തുന്ന ദുആയല്ല. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ, ദുആ ഒരിക്കലും തട്ടപ്പെടാത്തവർ ഈ മജ്ലിസിൽ ഉണ്ടെന്നതിൽ സംശയമില്ല. അതിന്റെ പുറമെ അല്ലാഹുവിന്റെ ഇട്ടുദാസന്മാരായ വലിയ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ വേറെയും നമ്മുടെ കൂടെ ഉണ്ട്. അവർ നമുക്ക് നേതൃത്വം തരുമ്പോൾ ആ ദുആ ഒരിക്കലും തട്ടപ്പെടില്ല എന്ന ശുഭപ്രതീക്ഷ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ മജ്ലിസിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നമ്മളെല്ലാം അതിൽ പങ്കാവുകയും നമ്മുടെ ഐഹികവും പാരത്രികവുമായ എല്ലാ ഗുണങ്ങളും അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത്രയും ജനലക്ഷങ്ങൾ ഒരുമിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ, അള്ളാഹുവിലേക്ക് കൈനീട്ടി ദുആ ചെയ്യുമ്പോൾ, ഇവിടെ നടക്കുന്ന ഏതേത് പരിപാടിയിലും സംബന്ധിക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കുമെന്ന് തന്നെ നാം ആശിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. തൗബ ആദ്യമായി നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ മനസ്സുകൊണ്ടാണ് നാം തൗബ ചെയ്യേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തൗബത്തു അന്നദം, തൗബ അത് ഹൃദയത്തിന്റെ ഖേദമാണ്. വന്നുപോയ തെറ്റുകളിൽ ഹൃദയത്തിലുണ്ടാകുന്ന ദുഃഖവും സങ്കടവുമാണ്. അതോടൊപ്പം ഇനി തെറ്റുകളിലേക്കില്ലെന്ന പ്രതിജ്ഞയാണ്. കല്ല് കുടിക്കുന്നവൻ കല്ല് കുടിക്കില്ല, നമസ്കാരമൊഴിക്കുന്നവൻ നമസ്കാരമൊഴിക്കില്ല, നോമ്പൊഴിവാക്കിയവൻ നോമ്പൊഴിവാക്കുകയില്ല. കുറ്റകരമായ വാക്കുകളും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടവൻ ഇനി അത്തരം പ്രവർത്തനങ്ങളിൽ ഞാൻ ഉണ്ടാവുകയില്ല. ഇതരരെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത്തരം വാക്കുകളും പ്രവർത്തനങ്ങളും ഒന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കുകയില്ല, ഞാൻ വരുത്തുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞ് ഹൃദയം തട്ടിയുള്ള ഖേദവും സങ്കടവും, അതാണ് യഥാർത്ഥമായ തൗബ. ആ നിലക്കുള്ള ഒരു തൗബയാകണം നമ്മിൽ നിന്നുണ്ടാകുന്നത്. ഞാനിവിടെ വന്നത് വാസ്തവം നിങ്ങളെല്ലാം പങ്കെടുക്കണം. ഞാൻ നിങ്ങൾക്ക് നേർക്കാനല്ല, നിങ്ങളെ നേരി ഞാനും പങ്കെടുക്കണം. ആവശ്യം നിങ്ങൾ മാത്രമല്ല, ഈ മജ്ലിസിൽ എത്ര ആളുണ്ടെന്നറിയോ? ഒരുപാട് മലായിക്കത്തുകളുണ്ട്. സമസ്ത അധ്യക്ഷൻ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാണ് സ്വലാത്ത് ഹൽക്കയ്ക്കും മുഖ്യ പ്രാർത്ഥനയ്ക്കും നായകത്വം വഹിക്കുന്നത്. അള്ളാഹുവിന് ചുറ്റി നടക്കുന്ന മലക്കുകളുണ്ട്. അവർ എവിടെയോ വല്ല ഇൽമിന്റെയോ ദിക്റിന്റെയോ മരിസ് കണ്ടാൽ ആ കണ്ട മലക്കുകൾ മറ്റുള്ളവരോട് വിളിച്ചു പറയും, ഹരുമ്മു ഇലാ ഹാജത്തിക്കും, ഇങ്ങോട്ട് വരൂ, നിങ്ങളെ സംഗതി ഇവിടെയുണ്ട് എന്ന്. അങ്ങനെ ഒന്നാം ആകാശം മുട്ടുന്നവരെ അള്ളാഹുവിന്റെ മലക്കുകൾ നിലപ്പൊതിയും. അപ്പൊ ഇത് ചെറിയ മജ്‌ലിസൊന്നുമല്ല. പിന്നെ സംശയം കിംശം, അത് ദുന്യാവില് സംശയം, ഇന്നല്ല അന്നും ഇന്നും ഖിയാമം വരെ സംശയം ഉണ്ടാകുന്നില്ല. സംശയക്കാര് സംശയിച്ച് പോയിക്കോട്ടെ എന്നല്ലാതെ നമ്മളതിന്റെ പിന്നാലെ നോക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു നമ്മളെ അവന്റെ പൊരുത്തപ്പെട്ട അടിമകളാലാക്കി തരട്ടെ. ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേക പുണ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈലത്തുൽ ഖദ്ർ ആകുന്ന രാത്രിയിൽ ഒക്കെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എത്രയോ നമ്മൾ കേട്ടതുമല്ലേ. പക്ഷെ ഇതിനെല്ലാം ഞങ്ങളിൽ നിന്നൊരു കാബിലിയത്ത് വേണം. നമ്മക്കത് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാനുള്ള ശക്തി വേണോ? അപ്പൊ നമ്മക്ക് വല്ല കിബറോ ഉജ്ബോ വല്ലതും വന്നുപോയാൽ അതിനേക്കാൾ വലിയ അപകടം വേറൊന്നുമില്ല. തവാളു എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്ന സ്ഥലത്തിരിക്ക. അങ്ങനെ ആവുമ്പോ നിന്റെ ബുദ്ധി എന്താ? ഞാൻ ആ തലാന്റെ അടുക്കിരിക്കേണ്ട ആളാണ്, സ്റ്റേജിൽ ഇരിക്കേണ്ട ആളാണ്, സ്റ്റേജിൽ ഒന്നാം സ്ഥാനത്ത് ഇരിക്കേണ്ട ആളാണ് ഞാനെന്നാ നിന്റെ ഉള്ളിൽ വിചാരം. അതാണ് കിബറ്. നേരെ മറിച്ച് അവിടെ നിന്നിട്ട് നീ വിചാരിക്ക, ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഈ മജ്‌ലിസിന്റെ ലാസ്റ്റിൽ ഇരിക്കേണ്ടവനാണ് ഞാൻ എന്ന് വിചാരിക്കലാണോ തവാളു? ഇവനത്തായില്ല സിക്കന്ദരിയുടെ
നമ്മളെ ഹിക്കം എന്ന ഗ്രന്ഥം ഞാൻ ദർശനമല്ലോ, അതിന് 30 അവിടല്ല. പിന്നെ ഇനി കണ്ടുകൊണ്ടിരുത്താതെ ഞാനിവിടെ ഇരിക്കണ്ടോ അല്ലാന്ന് വിചാരിക്കാം. അതൊക്കെ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാ വിധത്തിലും കാക്കട്ടെ, അങ്ങനത്തൊന്നും വരാതെ കണ്ടിരിക്കട്ടെ. പിന്നെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിലുമായാലും പറമ്പിലായാലും പുറത്തിലും ഏത് സ്ഥലത്തിലായാലും നമ്മളെ ഹൃദയത്തിലും ഉള്ളിലേക്കാണ് അള്ളാഹു വേണ്ടി പൂർണ്ണമായ ഈമാൻ യഖീനും, അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അങ്ങേറ്റത്തെ മഹബത്തും അതൊക്കെ നമുക്കുണ്ടായാൽ അത് തന്നെ മതി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിനോടുള്ള മഹബത്ത്, അവരെ സലാത്ത് പെരുപ്പിച്ചോ. اللهم صل على سيدنا محمد النبي الأمي الحبيب العاجل القدير العظيم الجاهي وعلى آله وصحبه وسلم. ഈ സലാത്തിന്റെ പേര് ദഖീറത്തുൽ ഖൈറുള്ള, ഖൈറിന്റെ സൂക്ഷിപ്പ് സ്വത്ത്. ഈ സലാത്ത് കിടക്കാൻ നേരത്ത് വെള്ളിയാഴ്ച രാവ് അല്ലാത്ത രാത്രികളിൽ 10, വെള്ളിയാഴ്ച രാവ് 100 ചെല്ലാം. അങ്ങനെ പതിവായിക്ക് കൊണ്ടുവന്നാൽ കശ്മിന്റെ ഹെരുകാരെന്ന് ഈ മഹാന്മാര് വരും. റസൂലിന്റെ കൈ കൊണ്ട് നിന്റെ ജലത്തെ കബറിൽ വെക്കും വഴിയാകും. അത്ര ശ്രേഷ്ഠമുള്ള സ്ഥലത്താണ്. മറ്റൊന്ന് ആ കടം വിടുന്ന സ്ഥലത്താണ്. اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. ആ സലാത്ത് ഒരു ദിവസം 33 ചൊല്ലിക്കോ. നിസ്കാരത്തിന്റെ പറയുന്നൊന്നുമല്ല. കൂടുതൽ കടണ്ടോ 360 ചൊല്ലിക്കോ. സലാത്ത് ചെല്ലുമ്പം തന്നെ കടം വിടാൻ ചെല്ലാൻ പാടില്ല, ചെല്ലിക്കൊള്ളുക. അങ്ങനെ ആകുമ്പോ കടം വിട്ടിക്കോളും. റഹ്മുറാഹിമായ നാഥ, ഹേ മജ്ലിസാകുന്ന മജ്ലിസ്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി, അതേ അവസരത്തിൽ എത്ര ലക്ഷം ആളുകളാണ് ഇവിടെ ഉള്ളത്. അതിന്റെ പുറമെ എത്രയോ ആളുകൾ നമ്മൾ കാണാത്തവരുണ്ട്. എത്രയോ പെണ്ണുങ്ങൾ ഇതിന്റെ ചുറ്റുഭാഗത്തുണ്ട്, കുട്ടികളുണ്ട്. അവരെല്ലാവരും റഹ്മത്തിന് ഇറങ്ങുന്ന മജ്ലിസാണ്. അതുകൊണ്ട് നമ്മൾ വളരെ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ്. നല്ല നിലക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലും പ്രീതിയിലും റസൂലിനോടുള്ള അങ്ങേറ്റത്തെ മഹബത്തും, അതുപോലെ അഹ്ലുൽ ബൈത്ത്, അള്ളാഹുവിന്റെ മഹാന്മാരായ ആലിമീങ്ങൾ, എല്ലാ ആളുകളെയും ഞങ്ങൾ വന്ദിക്കേണ്ട വില വന്ദിക്കണം. അവരെല്ലാവരെയും ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സലാമത്താകട്ടെ. എല്ലാ ഹലാലായ മുറാദുകളെയും റബ്ബേ നീ ഹസനാക്കി തരണേ റഹ്മാനെ. എല്ലാ ബലാഗ മുസീബത്തുകളും കാക്കണേ റഹ്മാനെ. ആരാണ് നമ്മളെ നബി? ചെറിയ നബിയാണോ? അങ്ങനത്തെ നബിനെ നമുക്ക് കിട്ടുമോ? അന്തവും അമ്മബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്ത് യാ സയ്യിദി ഖൈറൻ നബി. മങ്കൂസ് മൗലൂദിന് പറഞ്ഞ തങ്ങൾ മാതാവോ അതല്ല പിതാവോ, ഒരു മാതാവിനും പിതാവിനും തങ്ങളെ ദയപോലത്തെയും കൃപ പോലത്തെയും ദൈവം കൃപയും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ? നബിയെ തങ്ങൾ റബ്ബ് തങ്ങൾക്ക് തരും, അപ്പൊ താങ്കൾ തൃപ്തിപ്പെട്ടു പോകും. ഞാൻ തൃപ്തിപ്പെട്ടു പോകുന്നു, അത്ര നീ തരുമോ? എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ അന്നേരം പറയാൻ എന്താണെന്നറിയോ? അത്ര ബാധ്യത്തരും വേണ്ട കുട്ടികളെയും പെണ്ണുങ്ങളെ ബാക്കിയുള്ളവരെയും ഒക്കെ നന്നാക്കുന്നല്ല. എന്നാൽ ഞാൻ തൃപ്തിപ്പെടുന്ന പ്രശ്നമല്ല റബ്ബേ. എന്റെ ഉമ്മത്തുകളിൽ നിന്ന് ഒരൊറ്റൊരുത്തൻ നരകത്തിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെടൂല. അങ്ങനെ പറഞ്ഞ നബിയെ നമ്മളെ നബിയെ. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാള് നരകത്ത് പോണ റസൂൽ ഇട്ടല്ല. അങ്ങനെയൊക്കെ നമ്മളെ റസൂലിനെ കുറ്റം പറഞ്ഞാലോ? അത്ര നന്ദി കെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാകും? അല്ലാഹു കാക്കട്ടെ.